ഹലോ, ഇന്ന് നല്ലൊരു അടിപൊളി റൈസ് റെസിപ്പിയാണേ. നമുക്ക് ഗസ്റ്റിനും പാർട്ടിയിലെല്ലാം സെർവ് ചെയ്യാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മധുഹൂത്ത്. ഇത് കറക്റ്റ് 4 ആൾക്കാർക്ക് സെർവ് ചെയ്യാൻ പറ്റിയ ക്വാണ്ടിറ്റിയാണേ. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് ബസ്മതി റൈസ് നല്ലോണം കഴുകി ക്ലീൻ ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് സോക്ക് ചെയ്യാൻ വെച്ചിനെ. ഇനി അത്യാവശ്യം വലിപ്പമുള്ള 1.5 തക്കാളി, 2 പച്ചമുളക്, പിന്നെ 1/2 ടീസ്പൂണ് ചെറിയ ജീരകം. ഞാൻ ഓൾറെഡി ഇട്ട് അതുകൊണ്ട് ജസ്റ്റ് കാണിക്കുന്നതാണ്. പിന്നെ 2 മാഗി ക്യൂബും ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് നല്ല പേസ്റ്റാക്കി എടുക്കാം. രണ്ട് മീഡിയം സൈസ് സവാളയും ക്യാരറ്റും ആണ് വേണ്ടേ. ഇതെല്ലാം ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. നമ്മൾ പോട്ട് എടുക്കുമ്പം വലിപ്പമുള്ളത് തന്നെ എടുക്കാം. ചിക്കനും റൈസെല്ലാം ഒന്നിച്ച് തന്നെ ചെയ്യുന്നുണ്ട്. ഇനി നല്ലോണം ചൂടായിട്ട് വരുമ്പോൾ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചിട്ട് സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഏലക്കായും ബേ ലീഫും പട്ടയും ആണ് ചേർക്കുന്നത്. ഇനി നമ്മൾ ചോപ്പ് ചെയ്തെടുത്ത സവാളയും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. സവാള നല്ലോണം കുക്കായിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ച പേസ്റ്റില്ലേ അത് ചേർത്തിട്ട് നല്ലോണം അതിൻ്റെ റോ ടേസ്റ്റെല്ലാം ഒന്ന് മാറ്റിയെടുക്കാം. തക്കാളി കുക്കായി കഴിഞ്ഞാൽ 2 ടേബിൾ സ്പൂണ് അറബിക് മസാല, ഏതെങ്കിലും അറബിക് മസാല 2 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ പച്ചമണം നല്ലോണം മാറ്റിയെടുക്കാം. ഇത് 1/2 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിയെല്ലാം ഇങ്ങനെ കോൺസായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 4 പച്ചമുളകും നമ്മൾ കട്ട് ചെയ്തെടുത്ത ക്യാരറ്റ് ഇല്ലേ അതിൻ്റെ ഒരു 3/4 ഭാഗവും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ഡ്രൈ ലെമണും പിന്നെ ടൊമാറ്റോ പേസ്റ്റ് ചേർക്കുന്നില്ലെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂണ് കെച്ചപ്പ് ചേർത്ത് കൊടുത്താലും മതി. നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് നമ്മൾ കഴുകി മാറ്റി വെച്ച് ചിക്കന് ചേർത്തിട്ട് വെള്ളം ചേർക്കാണ്ട് നല്ലോണം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് മിക്സ് ആക്കി എടുക്കാം. ഇനി ഈ ചിക്കൻ ഒരു 3/4 ഭാഗം വേവാവുന്ന വരെ വെള്ളം ഒന്നും ചേർക്കാണ്ട് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ചിക്കൻ ഇതാ ഒരു 3/4 ഭാഗം വേവായിട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ കഴുകി മാറ്റി വെച്ച റൈസ് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. പിന്നെ ഇതിലേക്ക് നേരത്തെ ബാലൻസുള്ള ക്യാരറ്റും ചെറിയൊരു പീസ് ക്യാപ്സിക്കം ക്യൂബായിട്ട് കട്ട് ചെയ്തതും ചേർത്തിട്ട് പിന്നെ മുന്തിരിയാണ് ബ്ലാക്ക് വൈറ്റ് ഏതായാലും അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 കപ്പ് നല്ല തിളച്ച വെള്ളമാണ് വേണ്ടേ. ശരിക്കും 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളമാണ്. പക്ഷേ ഇതിൽ ഓൾറെഡി മീറ്റിൽ നിന്ന് വന്ന വെള്ളം ഉള്ളതുകൊണ്ട് 3 കപ്പ് തിളച്ച വെള്ളവും പിന്നെ നമ്മൾ ഉപ്പിന് മാഗി ക്യൂബ് ചേർത്തതല്ലേ ഉള്ളൂ. അപ്പോൾ ഇത് നല്ലോണം മിക്സ് ആക്കിയിട്ട് റൈസിനും കൂടി വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു 4 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും 6 മിനിറ്റ് ലോ ഫ്ലെയിമിലും കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മധുഹൂത്താണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നല്ല അടിപൊളിയാണ്. പിന്നെ നമ്മൾ ചൂടോടുകൂടി മിക്സ് ആക്കുമ്പം ഒരു സ്റ്റിക്കി പോലെ തോന്നും, തണുക്കുമ്പം നല്ല വേറിട്ടിട്ടുള്ള റൈസ് കിട്ടും. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഓക്കെ, ബൈ.